സാധാരണക്കാരെ ചേർത്ത് പിടിച്ച പിണറായി സർക്കാരിന് നന്ദി പറയുകയാണ് വോട്ടർമാർ. വിവാദങ്ങൾക്കപ്പുറം ക്ഷേമ പെൻഷനും ലൈഫ് പദ്ധതിയും തുടങ്ങി വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നത്. കാണാമിനി പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ LDF സ്ഥാനാർത്ഥി അഷ്ന അയൂബിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. ഞാൻ ഇലക്ഷൻ നിൽക്കുന്ന കാര്യം അറിഞ്ഞാണല്ലോ, അപ്പം ഉറപ്പായിട്ട് വോട്ട് വരും. പെൻഷൻ തരുന്ന സർക്കാരില്ലയോ, പെൻഷൻ കിട്ടുന്ന മരുന്ന് വാങ്ങിക്കാൻ എല്ലാത്തിനും ചെയ്യുന്നു. അപ്പം ഉറപ്പായിട്ട് വോട്ട് നിനക്ക് തന്നെ അറിയാണല്ലോ. ഇലക്ഷൻ നിൽക്കുന്നു, അപ്പം ഉറപ്പായിട്ടും വോട്ട് തരണം. നമ്മുടെ ചുറ്റികാരികൾ നക്ഷത്രമാണോ അടയാളം. തീർച്ചയായിട്ടും പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ 27-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി അഷ്ന അയൂബ് തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. എങ്ങനെയുണ്ട് അഷ്ന നമ്മുടെ സ്ഥാനാർത്ഥി? നല്ല മിടുക്കിയ, എവിടെ എല്ലാവരും ജയിക്കും. അത്ര നല്ല സ്ഥാനാർത്ഥി, അത്ര നല്ല സ്ഥാനാർത്ഥിയാണ്. അറിയാവുന്നതല്ലേ, മിടുക്കിയാണ്. ആണ് അഷ്ന. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വന്നപ്പം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ആളുകൾ പെൻഷൻ തന്ന സർക്കാരാണ്, ആ സർക്കാരിന് വോട്ട് ചെയ്യുന്നത്. എന്നെ പൊതുവിൽ ആ ഒരു പ്രതികരണമുണ്ടോ പെൻഷനെ പറ്റി? എല്ലാ വീടുകളിലും പോകുമ്പോഴും ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത്, പെൻഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ഇനിയും പെൻഷൻ്റെ കാര്യം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് നല്ല കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ വികസനങ്ങൾ നല്ല രീതിയിൽ തന്നെ എല്ലാ വാർഡുകളിലും വികസനങ്ങൾ നല്ല രീതിയിൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി നടത്തുന്നുണ്ട്. അപ്പം വികസന പദ്ധതികളൂടെ ചൂണ്ടിക്കാട്ടി അല്ലേ? അതെ, വികസന പദ്ധതികൾ കൂടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. വിജയപ്രതീക്ഷയല്ലേ? അതെ, നമ്മളല്ലല്ലോ പറയേണ്ടത്, അവരല്ലേ പറയുന്നത്. അതെ, വിജയിക്കും. അപ്പം അഷ്ന, ഈ തെരഞ്ഞെടുപ്പ് ഞാൻ മനസ്സിലാക്കുന്ന തെരഞ്ഞെടുപ്പ് ഇതിൽ വികസന പദ്ധതികളും അതുപോലെ നമ്മൾ ചെല്ലുമ്പോൾ വലിയ സ്വീകാര്യത കിട്ടുവാണ്. സംസ്ഥാന സർക്കാരിന്റെ ഈ പെൻഷൻ നടപ്പാക്കി ഉൾപ്പെടെയുള്ള ലൈഫ് പദ്ധതി അങ്ങനെ തുടങ്ങിയ വിവിധ കാര്യങ്ങളല്ലേ. തീർച്ചയായിട്ടും അഷ്നയുടെ പ്രചരണം തുടരുകയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു, വിജയാശംസകൾ നേരുന്നു. നന്നായി മുമ്പോട്ട് പോകട്ടെ. ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജുറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.